സാറേ, ഇത് പ്രാഞ്ചിയുടെ കാറാണല്ലോ. കിടപ്പ് കണ്ടിട്ട് കാറിന്റെ അകത്ത് വെള്ളമോടിയാണെന്ന് തോന്നുന്നു. എന്നോ നോക്കിട്ട് വാ. ഇങ്ങനെ നടു റോഡിൽ വണ്ടിയിട്ട് മദ്യപിക്കുന്നത് ഭയങ്കര രസമാണല്ലേ പ്രാഞ്ചി മുതലാളി? പിന്നെ അല്ലാണ്ട് ഓരോരോ സ്ഥലത്ത് നിന്ന് മദ്യപിക്കുമ്പോഴും ഓരോരോ ലഹരിയാ. ഈ പ്രായത്തിൽ മുതലാളിയുടെ ലഹരിക്ക് ഒരു കുറവുമില്ല. എടാ, എനിക്ക് എന്നാ പ്രായമായെന്താ? ഇപ്പോഴും തോട്ടത്തിൽ പണിക്ക് വരുന്ന പെണ്ണുങ്ങള് എന്നെ വല്ലാത്തൊരു നോട്ടമുണ്ട്. ഇങ്ങനെ വായി നോക്കി നിൽക്കാൻ നാണമില്ലെന്നായിരിക്കും. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? മുതലാളിയുടെ സ്വഭാവ ദൂഷ്യം, അതിൽ സ്വഭാവ ഗുണത്തെ കുറിച്ച് ഓർക്കരുത്. മുതലാളി, ഈ താറിന്റെ പണിക്ക് പോണ ലീലാമ്മ മുതലാളിക്കൊന്ന് ആലോചിച്ചാലോ? മുതലാളിയെ പിടിച്ച് കുറച്ചടിക്കണായിരുന്നു, അപ്പൊ പിടിക്കലായിരുന്നല്ലോ. അതല്ല പോലീസ്. എന്ത് ചെയ്യും? വാഹനത്തിൽ നിന്ന് മദ്യപിച്ച കുറ്റത്തിന് നമ്മൾ രണ്ടുപേരും അകത്താ. മുതലാളി, ഞാനൊരു ജീവമരണ പോരാട്ടം നടത്താൻ പോവാ. രക്ഷപ്പെട്ടു. ഈ തെളിവുകളെല്ലാം നമുക്ക് ആദ്യം നശിപ്പിക്കാം. വണ്ടിക്കകത്ത് മദ്യപാനമായിരുന്നു. താന്താ വാറക്കൂലേ? തുറക്കും. മദ്യപിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കുറ്റകരമാണ്, അറിയില്ലേ? അതിന് മദ്യപിച്ച് വണ്ടി ഓടിച്ചാലല്ലേ തെറ്റ്? ഞാൻ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിരിക്കുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ഇപ്പൊ ഇത് ഏത് വകുപ്പിൽ കേസെടുക്കും? വണ്ടിയുടെ ബുക്കും പേപ്പറും എടുക്കുക. അതൊക്കെ വീട്ടിലാ. വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് വാഹനത്തിൽ തന്നെ ഉണ്ടായിരിക്കണം, അറിയില്ലേ? കള്ളന്മാരുടെ ശല്യം അതുകൊണ്ടാ. അഹോ, കള്ളന്മാർ അത്ര പേടിയാണല്ലേ? എങ്കിൽ ഈ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടക്കട്ടെ. ആ പേടി മാറുമ്പോ ബുക്കും പേപ്പറും ലൈസൻസും ഒക്കെ ആയിട്ട് വന്ന് വണ്ടി എടുത്തോണ്ട് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ വണ്ടി ഞാൻ കൊണ്ടുപോകും. വണ്ടി എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. SI സാറേ, എന്റെ സ്വഭാവം അറിയാമല്ലോ. വണ്ടി കൊണ്ടുപോയാൽ താൻ വിവരം അറിയും. എന്നാൽ ആ വിവരം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സെബാസ്റ്റ്യൻ, വണ്ടിയുടെ ഇനി താ സ്റ്റേഷനിൽ വന്ന് വണ്ടി എടുത്താൽ മതി. അല്ല, പാർട്ടി വരും. ഈ വണ്ടി പോലീസുകാരെ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവര് തന്നെ തിരിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വരും. അതിനുള്ള പണിയൊക്കെ എനിക്കറിയാം. എന്നാൽ ആ പണി താൻ നമ്മൾ ആരാ ജയിക്കുന്നു കാണാം. കാണാം. പേടിത്തോണ്ട കാണിക്കാൻ നടക്കുക. സെബാസ്റ്റ്യൻ, വണ്ടിയുടെ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? സത്യം പറയേണ്ടതാണെങ്കിൽ പറയാം. എന്റെ അപ്പനോട് പ്രതാപേട്ടന് ശരിക്കും ശത്രുതയുണ്ടോ, അതോ ശത്രുത ഉണ്ടെന്ന് കാണിക്കുന്നതാണോ? എനിക്ക് ഒട്ടുവാൽ പ്രാഞ്ചോട് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹക്കൂടുതൽ കാരണം എനിക്ക് എപ്പോഴും കാണണമെന്ന് തോന്നി. അതാ കൈ കിട്ടുമ്പോഴൊക്കെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തുന്ന. ഒരു കാര്യമില്ലാതെയല്ലേ ഇന്ന് അപ്പന്റെ കാർ കസ്റ്റഡിയിലെടുത്തത്? അയാളെ ചേർത്ത് കസ്റ്റഡിയിൽ എടുക്കേണ്ടേ ആയിരുന്നു. പിന്നെ എന്റെ മര്യാദ കൊണ്ട് ഞാനത് ചെയ്തില്ല. അങ്ങേരും വേറൊരുത്തരും കൂടെ കാറിനകത്തിരുന്ന് വെള്ളമോടി. എന്നെ കണ്ടത് മറ്റേറങ്ങി ഓടി. വണ്ടിയിൽ നിന്ന് തൊണ്ടിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിടിയും വീണില്ല. അപ്പന്റെ വണ്ടി വിട്ടുകൊടുത്തായിരുന്നേ. വിട്ടുകൊടുത്തേക്കെന്നോ? ഓർഡർ ഇടാൻ നീ ആരുടെ? ഹോം മിനിസ്റ്ററോ? ഓർഡർ അല്ലല്ലോ, അപേക്ഷയല്ലേ. ഭാര്യ ഭർത്താവിനോട് അപേക്ഷിക്കുമ്പോ പറ്റില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രൂരത. ആണാ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു തവണത്തേക്ക് നിന്റെ ശുപാർശ ഞാൻ സ്വീകരിക്കും. കേട്ടാ, ഞാൻ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. രാവിലെ വന്ന് വണ്ടി എടുത്തോണ്ട് സാറേ, ഒരു ഉഗ്രം പണി വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇന്നലെ പിടിച്ച പ്രാഞ്ചിച്ചായന്റെ വണ്ടി വിട്ടുകൊടുക്കണമെന്ന്. ദേ സിയുടെ കൂടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എവിടെ? ഇവിടെ. പ്രധാനമന്ത്രി, നിങ്ങൾ ഈ ഫ്രാൻസിസിന്റെ കാർ കസ്റ്റഡിയിൽ എടുത്തിരുന്നോ? ബുക്കും പേപ്പറും വണ്ടിയിലില്ലായിരുന്നു സാർ. തുണയാണ് സാർ.
എല്ലാ റെക്കോർഡുകളും വണ്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. വ്യക്തിവൈരാഗ്യം തീർക്കത്തിന്റെ ഭാഗമായി മാത്രമാണ് എന്റെ വണ്ടി കസ്റ്റഡിയിലെടുത്തതും ഒരു ദിവസം മുഴുവൻ ഈ മുറ്റത്തിട്ടതും ഒരു രാത്രി മുഴുവൻ എന്റെ വണ്ടി മഞ്ഞ് കൊണ്ടുപോയി. പ്രതാപനോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഔദ്യോഗിക പദവി ഉപയോഗിക്കരുതെന്ന്? SI ആണ് നാട് ഭരിക്കുന്നതെന്ന് ചിലർക്കൊക്കെ ചില ധാരണകളൊക്കെ ഉണ്ട്. അതൊക്കെ മാറണമെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികൾ തന്നെ വേണം. ഫ്രാൻസിന്റെ വണ്ടി വിട്ടുകൊടുക്ക്. മേലിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് എന്നെ അങ്ങോട്ട് വരുത്തരുത്. സർ, സെബാസ്റ്റ്യൻ സർ, താക്കോലെടുത്ത് കൊടുക്ക്. അയ്യോ സാറേ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. കൈ ഭയങ്കര വേദനയാണ്. പ്രതാപൻ, കാർ ഇയാളുടെ വീട്ടിലെത്തിച്ചു കൊടുക്ക്. സർ, എന്താ ബുദ്ധിമുട്ടുണ്ടോ? നോ സർ. ഫ്രാൻസിസ്, വണ്ടി ഇവർ വീട്ടിലെത്തിച്ചേരും. ഓടിക്കാൻ ഇവിടുന്ന് ഒരു ഡ്രൈവറെ കിട്ടിയാൽ മതി. ഞാൻ അതിലങ്ങ് പൊക്കോളാം. എങ്കിൽ അതിനെ ഏർപ്പാടാക്ക്. സർ, എന്നാലും ഞാൻ ഇറങ്ങുക. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ. ഓക്കെ. മര്യാദയ്ക്ക് പ്രാഞ്ചിയുടെ വണ്ടി ഓടിക്കാൻ ഒരു പോലീസ് ഡ്രൈവറെ വിടേമാനെ. ഇഞ്ചി കടിച്ച കുരങ്ങെന്ന് ഞാൻ ഇത്രയും നാളും കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടു. ആരാ വണ്ടി എടുക്കുന്നേ? SIയോ അതോ കോൺസ്റ്റബിളോ? എനിക്ക് 11:30 കല്യാണത്തിന് പോകേണ്ടതാണ്. വേഗം സ്റ്റാർട്ടാക്കൂ. സെബാസ്റ്റ്യൻ സാർ, ഒന്ന് വേഗം സ്റ്റാർട്ടാക്കണോ? ഓണാക്കണ്ടേ? ഓണാക്ക്. എന്തോ കംപ്ലൈന്റ് ഉണ്ട് സാർ? എന്ത് കംപ്ലൈന്റ്? ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ കാർ കസ്റ്റഡിയിൽ എടുക്കുന്നത് വരെ ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. പിന്നെ ഒറ്റ രാത്രി ഉണ്ടെങ്കിൽ എങ്ങനെ കംപ്ലൈന്റ് ഉണ്ടാകാനാ? മര്യാദയ്ക്ക് വണ്ടി സ്റ്റാർട്ടാക്കി എന്നെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ വിവരം അറിയും. നിങ്ങളിങ്ങനെ ബഹളം വെച്ചിട്ട് എന്ത് കാര്യം? കാര്യം ഉണ്ടെന്നേ. ഒരു കാര്യമില്ലാതെ അല്ലേ നിങ്ങൾ എന്റെ ഈ കാർ കസ്റ്റഡിയിലെടുത്തത്? എന്നിട്ട് മനഃപൂർവ്വം കംപ്ലൈന്റ് ആക്കിയതല്ലാന്ന് ആര് കണ്ടു? നിങ്ങളുടെ കാർ കംപ്ലൈന്റ് ആക്കലല്ല നമ്മുടെ പണി. എങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കി എന്നെ വീട്ടിൽ കൊണ്ടാക്ക്. ഇല്ലെങ്കിൽ ഞാനിപ്പോ CI വിളിക്കും. സെബാസ്റ്റ്യൻ, എന്താ കുഴപ്പം? പെട്രോൾ ഇല്ലേ? പെട്രോളൊക്കെ ഉണ്ട് സാറേ, പക്ഷെ സ്റ്റാർട്ട് ആവുന്നില്ല. ഒരു മെക്കാനിക്കിനെ വിളിക്കണ നല്ലത്. എന്നാ പിന്നെ മെക്കാനിക്കിനെ വിളിക്കണോ? മൈക്കിളെ, എന്താ പ്രശ്നം എന്ന് പിടികിട്ടിയോ? ഇതിന്റെ ബാറ്ററി ആരോ അടിച്ചു. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എന്റെ കാർ ഇവിടെ കിടന്ന് തുരുമ്പടിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വൃത്തികേട് കാണിക്കുമെന്ന്. ഇനി അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. എനിക്ക് എന്റെ കാർ സ്റ്റാർട്ടാക്കി തന്നില്ലെങ്കിൽ ഞാനിപ്പോ CI വിളിക്കും. വേണ്ടി വന്നാൽ SPI വിളിക്കും. ഒന്ന് അടങ്ങണോ? തൽക്കാലത്തേക്ക് ഏതെങ്കിലും ബാറ്ററി വെച്ച് ഒന്ന് സ്റ്റാർട്ടാക്കി വിട്. ബാറ്ററി മാത്രമല്ല, ECM എന്നൊരു സംഗതിയുണ്ട്, ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ. അതായത് ഈ കാറിന്റെ ബ്രെയിൻ. അതും ഊരിക്കൊണ്ട് പോയിരിക്കുക. എങ്ങനെ എന്റെ കാറിന്റെ എന്തൂരിയെന്നാ? ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ. അതില്ലാതെ ഈ വണ്ടി സ്റ്റാർട്ട് ആവില്ല. എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരു ഒറ്റ ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ തന്നെ ഞാൻ CI വിളിച്ച് പറയാൻ പോവാ. പ്രാഞ്ചിച്ചാൻ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ തൽക്കാലം വേറൊരു വണ്ടി എടുത്ത് കല്യാണത്തിന് പോ. വൈകിട്ടത്തേക്ക് ശരിയാക്കി ഞാൻ വീട്ടിലെത്തിച്ചേരാം വണ്ടി. ECM നഷ്ടപ്പെട്ട സ്ഥിതിക്ക് മാരുതി ഫാക്ടറിയിൽ ഇനി അത് വരുത്തണം. കുറഞ്ഞത് 4-5 ദിവസമെങ്കിലും വേണ്ടി വരും. 4-5 ദിവസമോ? അതുവരെ പേലും മഞ്ഞുവേറ്റ് എന്റെ വണ്ടി ഇവിടെ. അത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇപ്പൊ എന്റെ വണ്ടി കൈ കിട്ടണം. മെക്കാനിക്ക് പറഞ്ഞത് കേട്ടില്ലേ? 4-5 ദിവസം എടുക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോവാം. അതുവരെ ഞാൻ ഏത് വാഹനത്തിൽ സഞ്ചരിക്കും? അത് എന്നോടല്ല ചോദിക്കേണ്ടത്. ആഹാ, ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് അന്യായമായ എന്റെ കാർ കസ്റ്റഡിയിലെടുത്ത SI സാറാണ്. എനിക്ക് 11:30 കല്യാണത്തിന് എത്തണം. അതിന് എനിക്ക് എന്റെ കാർ വേണം. അത് നടക്കില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്? എങ്കിൽ എന്നെ കല്യാണത്തിന് പോലീസ് വണ്ടിയെ കൊണ്ടുപോകണം. എങ്ങനെ? നിങ്ങളുടെ കസ്റ്റഡിയിൽ കിടക്കുന്ന വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ നഷ്ടം നികത്തേണ്ടതും നിങ്ങളാണ്. ഒന്നുകിൽ എനിക്ക് പോകാൻ എന്റെ കാറ്, അല്ലെങ്കിൽ പോലീസ് വണ്ടി. പോലീസ് വണ്ടി തന്നെ. സാർ, പ്രാഞ്ചിയച്ചാനെ പോലീസ് വണ്ടിയിൽ കല്യാണം നടക്കുന്നിടത്ത് കൊണ്ടാക്കുന്നത് നല്ലത്. അയാളിപ്പോ CI വല്ലതും വിളിച്ചു പറഞ്ഞാൽ ഈ പാഴ്സ് മോഷണത്തിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. സെബാസ്റ്റ്യൻ എവിടെയാന്ന് വെച്ചാ കൊണ്ടുപോയി വിട്.
ബാറ്ററി എടുത്തവന് അത് വിറ്റാ കാശ് കിട്ടും. പക്ഷെ ഈ കാറിന്റെ ECM ഊരിക്കൊണ്ടുപോയത് എന്തിനാണെന്നാ മനസ്സിലാകാത്തത്. അത് ഈ കാറിനല്ലാതെ വേറൊരു കാറിനും പറ്റില്ല. പുരുഷോത്തമ സാർ, പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് അടിച്ചോണ്ട് പോവാൻ ധൈര്യം കാണിച്ച കള്ളൻ ആരായിരിക്കും? ഏതായാലും ലോക്കലിലുള്ളവരല്ല, അവരാണെങ്കിൽ ടയറും കൂടെ അടിച്ചോണ്ട് പോയത്. മൈക്കിളെ, ഇതിന്റെ ECM എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്ത്, പിന്നെ ബാറ്ററിയും. ശരി സാറേ. അറിയാതൊരു മാറണം തലേ വന്ന് കേറിപ്പോയല്ലോ. ഹലോ, ഒട്ടുപാലക്കൽ ഫ്രാൻസിസ്. പിന്നെ എനിക്ക് കൊട്ടാരക്കര ഒരു മരിച്ചടക്കുണ്ട്. രാവിലെ ഒരു 10 മണിയാകുമ്പോ പോലീസ് വണ്ടി ഇങ്ങോട്ട് വിടണം. ഓക്കെ. അയാളുടെ മരിച്ചടക്ക് പ്രാഞ്ചിച്ചായനാണോ? മാരുതിയുടെ മുംബൈയിലുള്ള കമ്പനി ചെന്ന് പാർട്സ് വാങ്ങിച്ചുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്താൽ അതാണ് സാറേ ലാഭം. പുലിവാലി പിടിച്ചു പോയില്ലേ സെബാസ്റ്റ്യ? മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ഒരാളുടെ വണ്ടി പിടിച്ചു എന്ന് റിപ്പോർട്ട് പോയാൽ സസ്പെൻഷൻ ഉറപ്പാ. ഏതായാലും 2 ദിവസവും കൂടെ സഹിച്ചാൽ മതിയല്ലോ. നാളെയും മറ്റന്നാളോ ECM കിട്ടുമെന്നല്ലേ മെക്കാനിക്ക് പറഞ്ഞ്? സ്പെയർ പാർട്സ് കടയിലോ ആക്രി കടയിലോ ഏതെങ്കിലും ഒരുത്തൻ ആ ECM വിൽക്കാൻ ചെന്ന അപ്പൊ തന്നെ സാറിനെ വിളിച്ചു പറയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. പ്രാഞ്ചിക്കിട്ട് നല്ലൊരു പണി നമുക്ക് കൊടുക്കണം. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇടിവെട്ട് പണി. അപ്പൊ പ്രാഞ്ചിയുടെ മരിച്ചടക്ക് എവിടെയാന്ന് വെച്ചാൽ അയാളെ കൊണ്ടുപോയി വിട് സാർ. ഏതായാലും പെട്ടുപോയില്ലേ? ഹലോ, കൊട്ടാരക്കരയിൽ ഞാനൊരു മരിച്ചടക്ക് ചടങ്ങിന് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക. പോലീസ് വണ്ടിയില് സെബാസ്റ്റ്യ, വണ്ടി സ്പീഡിൽ വിടെ. പോട്ടെ. ഹലോ, എന്റെ വണ്ടിയുടെ കാര്യം എന്തായി? പാർട്സ് കിട്ടിയിട്ടില്ല. 2 ദിവസം കൂടെ താമസിക്കും. ഇന്നേ തിരുവല്ലയിൽ എനിക്കൊരു മരിച്ചടക്കുണ്ട്. വണ്ടി വേണം. അതിന് തനിക്ക് വണ്ടി വേണമെങ്കിൽ ടാക്സി പിടിച്ചു പോകണം. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ വണ്ടി അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചത് എന്തിനാണ്? അതുകൊണ്ടല്ലേ പാഴ്സ് മോഷണം പോയത്. അപ്പോ വണ്ടിയുടെ പാഴ്സ് കിട്ടുന്നത് വരെ എന്റെ യാത്രാ സൗകര്യം നോക്കേണ്ടത് നിങ്ങളാ. സെബാസ്റ്റ്യ, അതെ, എന്നോട് ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. വണ്ടി റെഡിയാക്കി വീട്ടിലേക്ക് എത്തിക്കണമെന്ന് CSR പറഞ്ഞത്. വണ്ടി ഇതേവരെ കിട്ടിയില്ലെന്ന് ഞാനങ്ങ് വിളിച്ച് പറയും. SI സമാധാനം പറയേണ്ടി വരും. സാർ, ഇയാൾക്ക് പോകാൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടു. എനിക്ക് വേറെ വണ്ടിയൊന്നും വേണ്ട. ഒന്നുകിൽ എന്റെ വണ്ടി, അല്ലെങ്കിൽ പോലീസ് വണ്ടി. ഇതിലേതെങ്കിലും ഒന്നല്ലേ ഞാൻ സഞ്ചരിക്കും. പറ്റിയിലേക്ക് പറയാൻ ഞാനിപ്പോ CI വിളിക്കാം. സെബാസ്റ്റ്യ, ഇയാളെ ഏത് നരകത്തിലാണെങ്കിലും കൊണ്ടുപോയി വിടും. അങ്ങനെ വഴിക്ക് വാ. അപ്പോ സെബാസ്റ്റ്യൻ സാറേ, പോകാം. ഏത് നശിച്ച നേരത്താണോ എന്തോ ഈ മുടിഞ്ഞ അവന്റെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ തോന്നിയത്. SP സാറല്ലേ? കിട്ടി. സ്റ്റേഷനിൽ നിന്ന് എനിക്ക് സഞ്ചരിക്കാൻ വണ്ടി വിട്ട് കിട്ടി. എന്റെ മരുമോനൊരു പ്രയാസം. പക്ഷേ ഞാൻ പിടിച്ച പിടിയാല വണ്ടി ഇങ്ങ് കൊണ്ടുവന്നു. അല്ല, ഇനിയിപ്പോ എന്റെ ആവശ്യം കഴിച്ചിട്ട് കൊടുക്കാം. ഒരു പോലീസുകാരനെ ഡ്രൈവറായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് ഭക്ഷണം ഞാൻ കൊടുത്തോളാം. പക്ഷേ ശമ്പളം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കണം. എന്താ ബ്രാഞ്ച് മുതലാളി പോലീസ് വണ്ടിയിലൊക്കെ? അതൊന്നും പറയണ്ട. ഇതിപ്പോ എന്റെയാ. ഒരു കാര്യമില്ലാതെ എന്റെ വണ്ടി പിടിച്ച് കസ്റ്റഡി വെച്ചപ്പോ എന്റെ മരുമോൻ ഒരു പണി കാട്ടി. അതിന് പ്രായശ്ചിത്തമായിട്ട് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വണ്ടി വിട്ടു തന്നിരിക്കുക. ഇനിയിപ്പോ എന്റെ കാറ് തിരിച്ചു കിട്ടുമ്പോ ഇത് കൊടുത്താ മതി.
എന്നാ പിന്നെ കുറച്ച് തിരക്കുണ്ട്. തിരുവല്ല വരെ പോണം. സെബാസ്റ്റ്യ, വണ്ടിയുടെ സാറെന്താ നടന്ന? ഇപ്പൊ പോലീസ് വണ്ടി ഉപയോഗിക്കുന്ന ബ്രാഞ്ചില്ലേ? ആ കാർ നന്നാക്കി കൊടുക്കുന്നവരെ നമുക്കൊരു ബാധ്യത തന്നെ. ഡിപ്പാർട്ട്മെന്റ് വാഹനം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് ശിക്ഷാർഹമല്ലേ സാറേ? അയാൾ പറയുന്ന നമ്മളിപ്പോ കേട്ടില്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ കിടന്ന വാഹനത്തിന്റെ പാർട്സ് നഷ്ടപ്പെട്ടതിന് നമ്മളൊക്കെ സമാധാനം പറയേണ്ടി വരും. ഹലോ, SI പ്രതാപചന്ദ്രൻ. പറയൂ മൈക്കിൾ. അവനെ വിടരുത്, ഞാൻ ഉടനെ എത്താം. പുരുഷോത്തമ സാർ, പ്രാഞ്ചിയുടെ കാറിൽ നിന്ന് മോഷണം പോയ അതേ സാധനവുമായി ഒരുത്തൽ സ്പെയർ പാർട്സ് കടയിൽ എത്തിയിട്ടുണ്ടെന്ന്. ഉടനെ നമുക്ക് അവിടെ എത്തണം. വേഗം ഒരു വണ്ടി വിളിക്കേ. ശരി സാർ. ഹലോ, ഒട്ടുപാലക്കൽ ഫ്രാൻസിസ് അല്ലേ? ഇത് തച്ചങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. അതെ, എനിക്ക് നാളെ രാവിലെ വെട്ടുകാട് പള്ളി കുർബാന കാണാൻ പോണം. ആണോ? രാവിലെ ഒരു 6:30 ആകുമ്പോ വണ്ടി അയക്കണേ. ഇനിയിപ്പോ പ്രാഞ്ചി മുതലാളി പോലീസ് വാഹനത്തിൽ കയറി ബുദ്ധിമുട്ടണമെന്നില്ല. അങ്ങയുടെ കാറ് റെഡിയാക്കിയിട്ടുണ്ട്. വന്ന് ചെക്ക് ചെയ്തതിനു ശേഷം കൊണ്ടുപോവാം. താക്കോല് തരുന്നതിന് മുമ്പ് ചില ചടങ്ങുകളുണ്ട്. കഴിഞ്ഞ 3 ദിവസം താൻ പോലീസ് ജീപ്പിൽ സഞ്ചരിച്ചപ്പോഴുള്ള ഡീസൽ ബില്ല 3000 രൂപ. 500 കിലോമീറ്റർ മൊത്തം സഞ്ചരിച്ചിട്ടുണ്ട്. കിലോമീറ്ററിന് 10 രൂപ വെച്ച് അഡീഷണൽ ആവും. അത് 5000. പിന്നെ വണ്ടി വാടക ഡെയിലി 1500. 500 രൂപ വെച്ച് ഡ്രൈവർ ബാറ്റ. ഇത്രയും കൂട്ടുമ്പോ ടോട്ടല് 14000 രൂപ. പിന്നെ ഈ 3 ദിവസം സ്റ്റേഷൻ ആവശ്യത്തിന് ഞങ്ങൾ ഇവിടെ നിന്നൊരു ടാക്സി വിളിച്ചു പോയതിന്റെ തുക 7500 രൂപ. ഞങ്ങളുടെ മെനക്കേട് കൂലിയും കൂടെ കൂട്ടി 25000 രൂപ രൊക്കം ഇപ്പോ ഇവിടെ വെച്ചാൽ തനിക്ക് വണ്ടിയായിട്ട് പോവാം. ഇത് നല്ല കൂത്ത്. എന്റെ വണ്ടി കംപ്ലൈന്റ് ആക്കിയതും പോരാ, എന്റെ കയ്യിൽ നിന്ന് കാശും പിടുങ്ങാനുള്ള പരിപാടിയാ. ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. സാറിന് ഞാനൊന്ന് വിളിച്ചോട്ടെ? വിളിക്ക്. ശരി, വിളിക്കേ. എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് നീ അനുഭവിക്കും പ്രതാപ. വിളിക്ക്. സാറിന്റെ നമ്പർ അറിയാലോ, വിളിക്ക്. കൊള്ളാം, ഞാൻ സ്ഥിരം വിളിക്കുന്നല്ലേ. അവസാനം 23. അതെ, അതന്നെ അതന്നെ. സെബാസ്റ്റ്യ മോനെ, നിന്റെ മുതലാളിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിന്റെ കണക്കൊക്കെ ശരിക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. മുതലാളി എന്നോട് ക്ഷമിക്കണം. ഇടിച്ചു കൂമ്പ് കലക്കിയപ്പോ എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു. വാസു, പോലീസ് സ്റ്റേഷനിൽ എന്റെ കാറ് പിടിച്ചിട്ടിരിക്കുക. നാളെ ഞാൻ സാറുമായിട്ട് ചെന്ന് SIയെ വരട്ടി കാറ് വീട്ടിൽ കൊണ്ടിടാൻ പറയും. പക്ഷേ കാർ സ്റ്റാർട്ട് ആവരുത്. കാർ സ്റ്റാർട്ട് ആവാതെ എവിടെ പോവാൻ? എടാ, എനിക്ക് എന്റെ മരുമോനിട്ട് ഒരു പണി കൊടുക്കണം. എന്നിട്ട് 1-2 ദിവസം പോലീസ് വണ്ടിയെ കയറി ഞെളിഞ്ഞിങ്ങനെ നടക്കണം. പോലീസ് വണ്ടി കയറാനുള്ള കൊതിയാണെങ്കിൽ ഏതെങ്കിലും പീഡന കേസിൽ പ്രതിയായി പോരെ? പ്രതിയായിട്ടല്ലടാ, രാജാവായിട്ട് വേണം എനിക്ക് പോലീസ് വണ്ടി യാത്ര ചെയ്യാൻ. അതിന് നിന്റെ സഹായം എനിക്ക് വേണം. ഇന്ന് രാത്രി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന കാറിൽ നിന്ന് ECM എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നീ അടിച്ചു മാറ്റണം. ECM? അതെന്ത് സോന? ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ, വണ്ടിയുടെ ബ്രെയിൻ. അതെങ്ങനെ അടിച്ചു മാറ്റണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ജോണിക്കുട്ടിയുടെ അപ്പന് വേണ്ടി ഞാൻ ആ സോന അടിച്ചു മാറ്റിയിരിക്കും. ഉറപ്പ്. ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ.